അപ്പൊ അമ്മക്ക് അൽഹംദുലില്ലാ ഹൈർ പെണ്ണിനെ കിട്ടി. അപ്പൊ ആ വീട്ടിൽ ചിലപ്പോൾ വാപ്പ ഉണ്ടാവും, ചിലപ്പോൾ ഉമ്മ ഉണ്ടാവില്ല. ഒരു പുതിയാപ്പള കല്യാണം അന്വേഷിച്ച് ചെന്നപ്പോ അവിടുത്തെ വാപ്പ പറഞ്ഞല്ലോ, എന്റെ പേരിൽ ഉമ്മ അല്ലല്ലേ, ഉമ്മ ഇല്ലാത്ത കുടിക്ക് ഇപ്പൊ ഞാനിപ്പോ എങ്ങനെ കെട്ടിച്ച്? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓൻ പോന്നും ചെയ്തിട്ടോ. പിന്നെ 3 മാസം കഴിഞ്ഞ് ആ വാപ്പന്നെ വിളിച്ചോളൂ. ആ വാപ്പന്നെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, നീ ഇഞ്ചിന്റെ കുട്ടിക്ക് എന്നെ കെട്ടിക്കോ, ഓളമ്മ മരിച്ചു അപകടത്തിൽ. ഓളമ്മ കുട്ടിന്റെ മുന്നിൽ പോയി. അപ്പൊ 2 കുടിയിലും ഉമ്മല്ലാതെ. അപ്പൊ തുല്യമല്ലോ. ആലോചിച്ചോ നിങ്ങൾ, നമ്മളെ ഓരോരോ വാക്കിന് പടച്ചവും കൽപ്പിക്കണ വില. അപ്പൊ അങ്ങനെയൊന്നല്ല, ഒരു നല്ല ചുറ്റുപാടൊക്കെ വരും. അൽഹംദുലില്ലാ, അതാ ഓക്കെ. അത് നമ്മളെല്ലാവരും ഒത്തുകൂടി ഒന്ന് ഇരിക്കും, ഒന്ന് വട്ടത്തിലിരുന്ന് എന്ന് തീരുമാനിക്കും. അതിനൊരു ഓഡിറ്റോറിയോ പള്ളിക്കന്ന് നിക്കാഹ് ഓഡിറ്റോറിയത്തിൽ ബുക്ക് ചെയ്യും. എല്ലാവരും കൂടി വരും. നിക്കാഹ് കഴിഞ്ഞ് അവിടെ എത്തി ഒന്നിരുന്ന് അപ്പൊ ഉസ്താദ് പറയും, കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലാവരോടും പറയാണ്, വലീമത്തിന്റെ ഭക്ഷണം അവിടെ ഉണ്ട്. ഉസ്താദ് പറയും, അല്ലെങ്കിൽ മഹലിന്റെ പ്രസിഡന്റ് പറയും ഭക്ഷണം അവിടെ ഉണ്ട്, അത് കഴിക്കുക. അത് കഴിച്ചാൽ ജിലേബി അപ്പുറത്തുണ്ടാവും, കട്ടൻ ചുക്ക് കാപ്പി അവിടെ ഉണ്ടാവും. അത് തിന്ന് അതിലെ അസ്സലാമു അലൈക്കും എന്ന് പോരുക. ഇത്രയും കാലം ഇതേ ഉള്ളൂ. ഇത്രയും കാലം അങ്ങനെ പോരുകയാണ്. അതൊക്കെ പോരുമ്പോണ്ടാവും ഒരു സംഘം. ഇവിടെയല്ല കേട്ടോ, ഓഡിറ്റോറിയത്തിലുള്ള ഒരു സംഘം ഇങ്ങനെ നിൽക്കണേ, ഇങ്ങനെ വളഞ്ഞാ നിൽക്കുക. മുരിയര് പോട്ടെ, എളാപ്പ പോട്ടെ, മൂത്താപ്പ പോട്ടെ, ഹാലിയാര് പോട്ടെ, പ്രസിഡന്റ് പോട്ടെ, എല്ലാവരും പോകാൻ കാത്തിക്കണേ ഒരു ചെറുക്കണ്ടിയുമുണ്ടായിരുന്നു. ഓലിങ്ങനെ നിൽക്കും, ജുബ്ബയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയായി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അത്യാവശ്യം ഈമാനി ഖിലാസിലുള്ളവരൊക്കെ ഒന്ന് പോയി എന്ന് വെളിപ്പെട്ടാൽ ഓലും കണ്ട ഇറങ്ങിയിട്ട് പുതിയണ്ണിനെ നടക്കുന്നത്. എന്നിട്ട് ഒരു മയ്യത്ത് കട്ടിലിനെ പറഞ്ഞു. എന്നിട്ട് മയ്യത്ത് കട്ടിലിനോട് ഒരു പാട്ട് കിട്ടും. അത് ഏത് ഭാഷയാലും വേണ്ട. എന്നിട്ട് തുള്ളി കളിച്ചിട്ട് ഒരു പുതിയ വീടിനെ കരയിപ്പിച്ച് ആ പുതിയണ്ണിന് ബാപ്പുണ്ട്, ആ പുതിയണ്ണിന് ഉമ്മണ്ട്. ഒരക്ഷരം മുണ്ടൂല. ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു, ഉമ്മ ചുരിദാറിട്ടമ്മ, വലിയ ദീനും ഇഖ്ലാസും അറിയില്ല, ചുരിദാറിട്ടമ്മ ഓടിയുണ്ട് മൈക്കിന്റെ ഒറ്റ വലിച്ചിട്ട് പാട്ട് കണ്ടോല്. കുട്ടികളിൽ എവിടെ നിങ്ങൾ പാടിക്കാണ്ട് ദീനിയായ ഇസ്ലാമിലെ ഒപ്പന കുട്ടികളെ കൽപ്പിച്ച് കുട്ടികൾ ആർക്കേലും ഉണ്ട് ആ പാട്ടറിയാം. ആരാൻ പാടുമ്പോൾ മുട്ടാൻ കുത്തുന്നല്ലാതെ അങ്ങനെ നിയന്ത്രിച്ചിട്ട് ബാപ്പ ചോറ് ഇറങ്ങുന്നിടത്തായിട്ട് ഉമ്മ ഓഡിറ്റോറിയം നിയന്ത്രിച്ചു 2:30 വരെ. അപ്പോ അവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മനസ്സിലായി നമ്മളെ ആ ചെറുത്താങ്കൾ ഇവിടെ നടക്കൂല, ഇവിടെ ഗംഭീരമായ മൗലവിന്റെ പ്രസംഗം കഴിഞ്ഞ നിക്കാഹായിരുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കല്യാണം നടത്തൽ പണ്ടത്തെ മരിയല്ല. ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു 2:30 വരെ ദീന് നിലനിർത്തി കിട്ടണമെങ്കിൽ നമ്മൾ നല്ല AK-47 ആയിട്ട് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ കുടുംബം കൊളാവും. അവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ വാടക കൊടുക്കണേ ഈ കൊരങ്ങൻവഴി നടത്തുന്നവനാ അല്ല. അവിടുത്തെ ചോറിന്റെ പൈസ കൊടുത്ത്, അവിടുത്തെ ഇറച്ചിന്റെ പൈസ കൊടുത്ത്, കോയിന്റെ പൈസ കൊടുത്ത്, അവിടുത്തെ ജിലേബിന്റെ കൈയാര കൊടുക്കണേ. നിങ്ങൾ